തീത്തോസ് 2-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. നമ്മുടെ മഹോന്നതനായ ദൈവത്തിൻ്റെയും രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെയും മഹത്വം പ്രത്യക്ഷമാകുമ്പോൾ കൈവരാൻ പോകുന്ന അനുഗ്രഹപൂർണമായ പ്രത്യാശയെ നാം കാത്തിരിക്കുകയും ചെയ്യുന്നു. യേശുക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നതിനും സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ തന്നെ ബലിയർപ്പിച്ചു. ഇക്കാര്യങ്ങൾ നീ പ്രഖ്യാപിക്കുക. തികഞ്ഞ അധികാരത്തോടെ നീ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ അവഗണിക്കാതിരിക്കട്ടെ. ഓർമ്മിക്കുക, കാൽവരിയും കുരിശും മറ്റെല്ലാ ശിഷ്യർക്കും ഇടർച്ചയ്ക്കും പതർച്ചയ്ക്കും കാരണമായപ്പോൾ ബ്രഹ്മചാരിയായിരുന്ന യോഹന്നാൻ മാത്രം കുരിശിൻ ചുവട്ടിൽ വിശ്വസ്തനായി നിന്നു. യോഹന്നാന്റെ ബ്രഹ്മചര്യ ജീവിതത്തിനും കന്യാത്ത ഹൃദയഭാവത്തിനും ഈശോ നൽകിയ സമ്മാനമാണ് തൻ്റെ അമ്മയെ മറ്റെല്ലാവർക്കും മുൻപേ അമ്മയായി സ്വീകരിക്കുവാനുള്ള കൃപ യോഹന്നാന് നൽകിയത്. ബ്രഹ്മചര്യ ജീവിതത്തിന്റെ ഏകാന്തതയുടെ ഭാരവുമായി കുരിശിൻ ചുവട്ടിൽ വിശ്വസ്തതാപൂർവം നിൽക്കുന്നവർക്കെല്ലാം പ്രത്യേകമാം വിധം അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും ഈശോ എന്നും നൽകുന്നു. വിശുദ്ധ ലൂയി മേരി ഗ്രഞ്ഞിയോൺ ദി മോൺഫോർട്ട് ഈ വിധം സാക്ഷിക്കുന്നു: തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ആത്മാക്കളിൽ മറിയത്തിന് വലിയ അധികാരമാണ് ലഭിച്ചിരിക്കുന്നത്. തന്റെ ഏകജാതന്റെ മേൽ അവൾക്ക് അധികാരം കൊടുത്ത പരമപിതാവ് ദത്തുപുത്രരായ മനുഷ്യരുടെ മേലും വിശിഷ്യ മിശിഹായ്ക്ക് സമർപ്പിതരായ ആത്മാക്കളുടെ മേലും അധികാരിയായി അവളെ നിയമിച്ചു. എന്നാൽ ഈ അധികാരം അവൾ വിനിയോഗിക്കണമെങ്കിൽ നാം അവളെ അമ്മയായി സ്വീകരിച്ച് അവൾക്ക് നമ്മെ തന്നെ സമർപ്പിക്കണം. പരിശുദ്ധ അമ്മയോട് നമുക്കുള്ള ബന്ധം ആഴപ്പെട്ടതാക്കുവാനും അനുദിനം അത് വളർത്തിയെടുക്കുവാനും വേണ്ട കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഗിരിയുടെ റാണി മേരി, ലോകമക്കളുടെ ദേവമാതേ, ജപമാല ചൊല്ലി പൂമാല ചാർത്തി എന്നും നിൻ തിരുമുൻപിൽ കുമ്പിടുന്നേ. ജപമാല അവിടുത്തെ തൃപ്പാതേ അത്തി